Hello students, welcome to this channel. Today we are going to discuss a topic about linear programming problem. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് ഏതാണ്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ആൾറെഡി നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കൺസ്ട്രക്റ്റ് ചെയ്യാം, അതായത് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A home resourceful decorator manufactures two types of lamps, say A and B. അപ്പോൾ ഒരു പേഴ്സൺ രണ്ട് ലാമ്പ് ശരിയാക്കുന്നുണ്ട്, ഒന്ന് എ മറ്റൊന്ന് ബി. ബോത്ത് ലാംപ്സ് ഗോ ത്രൂ ടു ടെക്നീഷ്യൻസ്, ഫസ്റ്റ് എ കട്ടർ ആൻഡ് സെക്കൻഡ് എ ഫിനിഷർ. അപ്പോൾ ഫസ്റ്റ് വൺ കട്ടർ, രണ്ടാമത്തത് ഫിനിഷർ. അപ്പോൾ ലാമ്പ് എ റിക്വയർസ് 2 hours ഓഫ് ദ കട്ടേഴ്സ് ടൈം. അപ്പോൾ ലാമ്പ് എ റിക്വയർസ് 2 hours ഓഫ് ദ കട്ടേഴ്സ് ടൈം. അപ്പോൾ ഞാൻ ഇതിനായിട്ട്, അതായത് നമുക്കിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടണം. അതായത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇത് സാധാരണ ഒരു നോർമൽ സിറ്റുവേഷനാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മാത്തമെറ്റിക്കൽ ഫോർമുലേഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണോ, അതിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ എന്തൊക്കെയാണോ അതെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുന്നു. അപ്പം ഞാനിവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതായത് ലാമ്പ് എ, ലാമ്പ് ബി, മറ്റൊന്ന് കട്ടർ, ഇനി ഒരെണ്ണം ഫിനിഷർ. അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ആദ്യം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡേറ്റാസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ലാമ്പ് എ, ലാമ്പ് ബി എടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കട്ടർ ആൻഡ് ഫിനിഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. ലാമ്പ് എ റിക്വയർസ് 2 hours ഓഫ് ദ കട്ടേഴ്സ് ടൈം. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ട ഡേറ്റ എന്താണ്? 2 hours. ഫിനിഷർ ആവുമ്പോൾ എന്താണ്? ലാമ്പ് എ റിക്വയർസ് ഹൗ മെനി അവേഴ്സ്? 1 hour ഓഫ് ദ ഫിനിഷേഴ്സ് ടൈം. അപ്പോൾ ഇവിടെ വരേണ്ടത് 1 hour. ഇനി ലാമ്പ് ബി എന്ന് പറയുന്നത് റിക്വയർസ് 1 hour ഓഫ് ദ കട്ടേഴ്സ് ടൈം. സോ ഇവിടെ വരേണ്ടത് 1 hour ആൻഡ് 2 hours ഓഫ് ദ ഫിനിഷേഴ്സ് ടൈം. അപ്പോൾ ഇവിടെ വരേണ്ടത് 2 hours. ഇത് 1 hour, ഇത് 2 hours. അപ്പോൾ ഇത് രണ്ടും നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുത്തിരിക്കുന്ന എന്താണ്? ദ കട്ടർ ഹാസ് 104 hours ആൻഡ് ഫിനിഷർ ഹാസ് 76 hours അവൈലബിൾ ടൈം ഈച്ച് മന്ത്. അപ്പോൾ ഒരു മന്ത് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് കട്ടർ ആൻഡ് ഫിനിഷറിന് ഒരു മാസം മാക്സിമം എത്ര അവേഴ്സ്? മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കട്ടർ എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് മാക്സിമം എത്ര വരെ യൂസ് ചെയ്യാൻ പറ്റും? 104 hours. അപ്പോൾ ഈ കട്ടർ എന്ന് പറയുന്നത് മാക്സിമം ഒരു മാസത്തിൽ 104 hours മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരണോ, അതോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരണോ? സോ ദ കട്ടർ ഹാസ് ടു ബി യൂസ്ഡ് മാക്സിമം, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 104 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ദെൻ അടുത്തത്, അപ്പോൾ എന്താണ് ഇവിടെ? അവേഴ്സ് ആണ്. ഇനി അടുത്തത് ഫിനിഷർ എത്ര അവേഴ്സ് ഉപയോഗിക്കാൻ പറ്റും? 76 hours. അതും കൂടി നമ്മൾ എഴുതുക. എഴുതിയതിന് ശേഷം പ്രോഫിറ്റ് ഓൺ ദ ലാമ്പ് എ ഇസ് ₹6. അപ്പോൾ ലാമ്പ് എയുടെ പ്രോഫിറ്റ്, അപ്പോൾ ഞാനിവിടെ അടുത്തതൊരു കോളം എടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് എന്ന്. അപ്പോൾ ലാമ്പ് എക്ക് പ്രോഫിറ്റ് എത്രയാണ്? പെർ പീസ് ₹6 ആണ്. ആൻഡ് ലാമ്പ് ബി ദ പ്രോഫിറ്റ് ഈസ് ₹11. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതാണ് C1 എന്നെടുക്കുക. ഇതെന്താണ്? കോസ്റ്റ് കോഎഫിഷ്യൻറ്റ്. C1 C2 എന്ന് പറയുന്നത് കോസ്റ്റ് കോഎഫിഷ്യൻസ് ആണ്. അതിന് നമ്മൾ C1 C2 എന്നെടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ദ 2 products ആർ ലാമ്പ് എ ആൻഡ് ലാമ്പ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കണം X1 ആൻഡ് X2. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ വെറുതെ നമ്മൾ ഒരുപാട് നേരം സമയം കളയണ്ട, വായിക്കുക. ഇങ്ങനെ നിങ്ങൾക്കൊരു ഐഡിയ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. നമുക്ക് നല്ല എളുപ്പമാണ് സ്റ്റെപ്സ് എഴുതാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക്
അടുത്ത കാൽക്കുലേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനി ഒരു കണ്ടീഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാഭക്കണക്കാണ് ഇവിടെ പറയുന്നത്. ₹6 ആൻഡ് ബി ലാമ്പ് ₹11 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഒരു പേഴ്സൻ്റെ ആ റിസോഴ്സ്ഫുൾ ആ മാനുഫാക്ചറിൻ്റെ പ്രോഫിറ്റ് നമ്മൾ മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്, നോട്ട് ടു മിനിമൈസ് ദ പ്രോഫിറ്റ്. നമുക്കൊരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ഇതെടുക്കുമ്പോൾ നമുക്ക് ആ പേഴ്സൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മാക്സിമൈസ് ചെയ്യണം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ്ഡ് ആയിരിക്കണം. സോ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? മാക്സിമൈസ്ഡ് ആയിരിക്കണം. കാരണം വി ഹാവ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എഴുതാവുന്നത് C1 C2 നമ്മളെടുത്തു, X1 X2 എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത് നമ്മുടെ ഈ രണ്ട് ലാമ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻസ് ഏതൊക്കെയാണ്? ലെറ്റ് X1 ആൻഡ് X2 be the two types of lamps A and B. ലാമ്പ് X അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതാം. X1 എന്ന് പറഞ്ഞാൽ ലാമ്പ് A ആണ്. അതുപോലെ X2 എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിനോട്ട്സ് ലാമ്പ് B ആണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്ന കണ്ടീഷൻസ്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മെയിൻ എയിം അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് വി ഹാവ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. മാക്സിമൈസ് ഇസെറ്റ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താണ്? ഇസെറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതും? ഇസെറ്റ് ഈക്വൽ ടു C1 X1 പ്ലസ് C2 X2. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? C1 ഈക്വൽ ടു 6ഉം C2 ഈക്വൽ ടു 11. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6x1 പ്ലസ് 11x2. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റെഡിയായി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? സബ്ജക്റ്റ് ടു ദ കൺസ്ട്രൈൻസ്. ഇനി നമ്മൾ കൺസ്ട്രൈൻസ് എഴുതണം. അപ്പോൾ കൺസ്ട്രൈൻസ് എഴുതണമെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രൈൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രൈൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് കൺസ്ട്രൈൻ എന്ന് പറയുന്നത്? കൺസ്ട്രൈൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു ദ കട്ടർ ആൻഡ് ഫിനിഷർ. മാക്സിമം കട്ടർ ഹാസ് ടു ബി യൂസ്ഡ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104 ആൻഡ് ദ ഫിനിഷർ ഏതുവരെ ഉപയോഗിക്കാൻ പറ്റും? ദ ഫിനിഷർ ഹാസ് ടു ബി യൂസ്ഡ് വിച്ച് ഈസ് ലെസ് ദാൻ, അതായത് മാക്സിമം എത്ര വരെ യൂസ് ചെയ്യാൻ പറ്റും? 76 അവേഴ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കട്ടർ ആൻഡ് ഫിനിഷർ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കട്ടർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ അതിനുള്ള കണ്ടീഷൻ ഫസ്റ്റ് കൺസ്ട്രെയിൻ ഫോർ ദ കട്ടർ. What is the constraint here? The constraint is first for ആർക്കാണ്? നമ്മളിപ്പോൾ കട്ടറിനാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ എഴുതുന്നത്. സോ ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്തായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2x1 പ്ലസ് ഫസ്റ്റ് അടുത്ത് വിത്ത് റെസ്പെക്ട് ടു X2 ആണ്. അപ്പോൾ ലാമ്പ് A ആണ്. കട്ടർ വിത്ത് റെസ്പെക്ട് ടു ലാമ്പ് A ആൻഡ് കട്ടർ വിത്ത് റെസ്പെക്ട് ടു ലാമ്പ് B ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മാക്സിമം കട്ടർ എത്ര അവേഴ്സിനകത്ത് ഉപയോഗിക്കണം? 104 അവേഴ്സിനകത്ത് ഉപയോഗിക്കണം. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 2x1. We can write like this 2x1 plus next one is x2. 2x1 plus x2 is less than or equal to 104 and the next constraint for finisher. ഫിനിഷറിനുള്ള കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഫിനിഷറിനുള്ള കൺസ്ട്രെയിൻ നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് x1 പ്ലസ് 2x2 is less than or equal to 76. See here, നമുക്കിവിടെ നോക്കാം. ഫിനിഷറിനുള്ള കൺസ്ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ലാമ്പ് A എന്താണ്? 1 hour. ഫിനിഷറിന് ലാമ്പ് ബിയുടെ കൂടെ വരുന്നത് 2 hours. അപ്പോൾ x1 ഇൻറ്റു x1 പ്ലസ് 2 ഇൻറ്റു x2 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? So 2x1 plus x2 less than or equal to 104 and രണ്ടാമത്തെ constraint x1 plus 2x2 is less than or equal to 76. Therefore നമുക്ക് എന്ത് എഴുതാം? x1 x2 is greater than or equal to 0. This is the condition. So therefore this is the first LPP. അപ്പോൾ ഇതിൻ്റെ LPP നമുക്ക് എങ്ങനെ എഴുതാം? Maximize Z is equal to, how will you write this? Maximize Z equal to 6x1 plus 11x2 subject to constraints. Subject
2. The constraints ഏതൊക്കെയാണ്? 2x1 plus x2 is less than or equal to 104 and x1 plus 2x2 is less than or equal to 76, where x1 x2 is greater than or equal to 0. So this is the condition we are considering here. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്ന കണ്ടീഷൻസ് ഓരോന്നും വെച്ചിട്ട് ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ ഒരു നോർമൽ ലൈഫിലെ സിറ്റുവേഷനെ നമ്മളിപ്പോൾ ഒരു LPP ആയിട്ട്, അതായത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഫോർമുലേഷൻ മാത്രമേ ഈ പാർട്ടിൽ ചെയ്യുന്നുള്ളൂ, നമ്മളിതിൽ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു കാൽക്കുലേഷനായിട്ട് ചെയ്യാം, അതായത് ഇതിൻ്റെ കൂടെ വേണ്ട, നമുക്ക് വേറൊരു കാൽക്കുലേഷനായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് 3 types ഓഫ് ക്ലോത്ത്സ്, സേ A, B ആൻഡ് C. അപ്പം നമുക്ക് ABC എന്ന 3 ക്ലോത്ത്സ് എടുക്കാം. പിന്നെ 3 kinds ഓഫ് വൂൾസ് വെയർ റിക്വയർഡ് ഫോർ ഇറ്റ്, സേ റെഡ് വൂൾ, ഗ്രീൻ ആൻഡ് ബ്ലൂ. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇങ്ങനെ എടുക്കുക and blue. Then 1 unit length of type A cloth needs 2 yards of red wool. 2 yards എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്ലോത്ത് മെഷർ ചെയ്ത് എടുക്കുന്ന പോലെയാണ്. അപ്പോൾ 2 yards ഓഫ് റെഡ് വൂളാണ് ടൈപ്പ് എയിൽ വേണ്ടത് അവർക്ക്. അപ്പോൾ ടൈപ്പ് എയിൽ എത്ര വേണം? 2. ദെൻ 2 yards, അതായത് 2 yards ഓഫ് റെഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 yards ഓഫ് ബ്ലൂ ആൻഡ് 3 yards ഓഫ് ബ്ലൂ. 3 yards of blue. Then 1 unit length of type B cloth. അടുത്തതിന് ടൈപ്പ് ബി. അടുത്ത ടൈപ്പ് ബി എടുക്കുമ്പോൾ 1 unit length of type ബിക്ക് എത്ര വേണം? 3 yards of red. അപ്പോൾ 3 റെഡും then 2 yards of green. അപ്പോൾ 2 green and 2 ബ്ലൂ ഇങ്ങനെ എഴുതുക. അതിനുശേഷം ഇനി 1 unit length ഓഫ് ടൈപ്പ് സി. അപ്പോൾ ടൈപ്പ് സി കോളം എടുക്കുക. ടൈപ്പ് സി കോളത്തിൽ 5 yards ഓഫ് ഗ്രീൻ. അപ്പോൾ 5 yards ഓഫ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇവിടെ റെഡിൻ്റെ കാര്യം പറയുന്നില്ല. 5 yards ഓഫ് ഗ്രീൻ ആൻഡ് 4 yards ഓഫ് ബ്ലൂ. അപ്പോൾ റെഡ് ഇല്ല, നമുക്ക് വരുന്നില്ല. സോ ദെയർഫോർ ഇവിടെ നമ്മുടെ ആൻസർ 10 yards ഓഫ് ഗ്രീൻ വൂൾ. അതായത് ദ ഫേം ഹാസ് ഓൺലി എ സ്റ്റോക്ക് ഓഫ് എത്ര വരുന്നുണ്ട്? ടോട്ടലി ആ ഫേമിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആ സ്റ്റോക്കിൽ നിന്ന് അതിനകത്തുള്ള ക്വാണ്ടിറ്റി മാത്രമേ ടൈപ്പ് എക്കും ബിക്കും സിക്കും കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ടോട്ടലി ആ ഫേമിനകത്ത് എത്രയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 8 yards ഓഫ് റെഡ് ആണ് പറയുന്നത്. അപ്പോൾ ടോട്ടലി റെഡ് എന്ന് പറയുന്നത് 8 yards ആണ്. ആൻഡ് അടുത്തത് 10 yards ഓഫ് ഗ്രീൻ. സോ ഗ്രീനിൽ 10 ആണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് 15 yards ഓഫ് ബ്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കോസ്റ്റ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ എഴുതണമെങ്കിൽ കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് വേണം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഇൻകം ഒബ്റ്റൈൻഡ് ഫ്രം 1 unit ലെങ്ത് ഓഫ് ടൈപ്പ് എ ക്ലോത്ത്. ടൈപ്പ് എ ക്ലോത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഇൻകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇൻകം ഇസ് ഈക്വൽ ടു ദ ക്ലോത്ത് ₹3 ആണ്. ഇവിടെ ₹3. Then here type B ക്ലോത്തിന് ₹5 and type C ക്ലോത്തിന് ₹4. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഫോർമുലേറ്റ് ദ മാത്തമാറ്റിക്കൽ മോഡൽ ടു ദ പ്രോബ്ലം. ഇപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം കോസ്റ്റ് എന്ന് പറയുന്നത് C1ലാണ്, അതായത് C1 ഇൻറ്റു x1 പ്ലസ് C2 ഇൻറ്റു x2 പ്ലസ് C3 ഇൻറ്റു x3 ആണ്. അപ്പോൾ x1 x2 x3. അപ്പോൾ x1 x2 x3 എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്? x1ഉം x2ഉം x3 എന്ന് പറയുന്നത് ടൈപ്പ് എ ബി സി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി റെഡ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഫോം കണ്ടെയ്ൻസ് എ മാക്സിമം ഓഫ് 8 yards എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ? ദ ഫോം കണ്ടെയ്ൻസ് അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ഫോം ഹാസ് ഓൺലി എ സ്റ്റോക്ക് ഓഫ്. അവിടെ ടോട്ടലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അതായത് 8 yardsനകത്തെ എല്ലാവർക്കും നമുക്ക് ടൈപ്പ് എയും ബിക്കും സിക്കും നമ്മൾ വീതിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 8 yards ആണ്. അപ്പോൾ മാക്സിമം 8 ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 8ൽ കൂടുതലുണ്ടോ? ഇല്ല. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത്
അവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് എ മാക്സിമം ഓഫ് 10 ആൻഡ് ഓൾസോ ബ്ലൂ കണ്ടെയ്ൻസ് ഹൗ മെനി യാർഡ്സ്? ബ്ലൂ ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 യാർഡ്സ്. ഇത്രയേ ആ ഫേമിനകത്ത് ഉള്ളൂ. അപ്പോൾ ആ ഫേമിനകത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിക്കകത്തുള്ള എലമെൻറ്റ്സേ ഈ ടൈപ്പ് എ ബി സിക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ടേബിൾ എഴുതാം. അപ്പോൾ ടേബിളിൽ നമ്മളെങ്ങനെ എടുക്കും? അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് ഈ ഫോമിൽ ഏതൊക്കെയാണ് യാർഡ്സ് ഉള്ളത്, എത്ര ടൈപ്സ് ഉണ്ട്, അതുകൂടാതെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെങ്ങനെ എടുക്കണം? ലെറ്റ് ദ ഫേം പ്രൊഡ്യൂസസ്. നമ്മളെങ്ങനെ എടുക്കുക? യാർഡ്സ് x1 x2 x3. സി ഹിയർ നമ്മളിപ്പോൾ ഏതാണ് എടുക്കേണ്ടത്? x1 എന്ന് പറയുന്നത് എ കാറ്റഗറിയിൽ വരുന്ന ഓൾസ്. അപ്പോൾ എത്ര യാർഡ്സിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ x1 യാർഡ്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് x2 എന്ന് പറയുന്നത് ബിയിൽ വരുന്നത്, x3 എന്ന് പറയുന്നത് സി കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ലെറ്റ് ദ ഫേം പ്രൊഡ്യൂസ് x1 x2 x3 യാർഡ്സ് ഓഫ് ദ 3 ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് എ ബി ആൻഡ് സി. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് C1 ഈക്വൽ ടു എന്താണ്? 3, C2 ഈക്വൽ ടു 5 ആൻഡ് C3 ഈക്വൽ ടു 4. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഇസെറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഇസെറ്റ് ഈക്വൽ ടു 3x1 പ്ലസ് 5x2 പ്ലസ് 4x3. നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. ഇനി ഇത് മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രോഫിറ്റ് ആയതുകൊണ്ട് എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇത് മാക്സിമൈസ് ആണ്. കാരണം ഇവിടെ മിനിമൈസ് വരാൻ സാധ്യതയില്ല. നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ആണ് ചെയ്യേണ്ടത്. അത് എപ്പോഴും മറക്കരുത്. ഇതിനകത്ത് ആകെയുള്ള 3 സ്റ്റെപ്പേ ഉള്ളൂ. ആ 3 സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് എഴുതണം. ഇനി റെഡ് വൂൾ കോർപ്പറ്റിൻ്റെ കൺസ്ട്രൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് റെഡിൻ്റെ കൺസ്ട്രൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 2x1 പ്ലസ് ഇവിടെ താഴോട്ട് നോക്കുക. 2x1 പ്ലസ് ഗ്രീനിന് x2 ആണല്ലോ. സോറി 2x1 നെക്സ്റ്റ് വൺ താഴോട്ടല്ല റെഡിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. 2x1 പ്ലസ് 3x2. ഇവിടെ സി പാർട്ട് ഇല്ല, അപ്പോൾ 0, അതായത് അതിനർത്ഥം 0. എങ്ങനെ എഴുതും നമ്മൾ? 2x1. അപ്പോൾ കൺസ്ട്രൈൻ നമുക്ക് എങ്ങനെ എഴുതാം? ദ കൺസ്ട്രൈൻ ഇസ് 2x1 പ്ലസ് 3 ഇൻറ്റു x2 പ്ലസ് 0 ഇൻറ്റു x3 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് 8. ഇനി ഗ്രീൻ്റെ കൺസ്ട്രെയിൻ നമുക്ക് നോക്കാം. വാട്ട് ഇസ് എ ഗ്രീൻ വരുന്ന കൺസ്ട്രെയിൻ എന്താ? 0x1 പ്ലസ് 2x2 പ്ലസ് 5x3. സോ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. സോ 0x1 പ്ലസ് 2x2 പ്ലസ് 5x3 is less than or equal to 10. And the last constraint നമുക്ക് എന്താണ്? ബ്ലൂ. അപ്പോൾ അതിന് വരുന്നത് 3x1 plus 2x2 plus 4x4 less than or equal to 15. So 3x1 plus 2x2 plus 4x1 is less than or equal to 15. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? x1, x2 and x3 is greater than or equal to 0. ഇപ്പം നമ്മുടെ LPP എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഹാസ് ടു ബി മാക്സിമൈസ്ഡ് ആണ്. അപ്പോൾ മാക്സിമൈസ് ഇസെറ്റ് ഈക്വൽ ടു എന്ന് എടുക്കുക. 3x1 പ്ലസ് 5x2 പ്ലസ് 4x3 ആണല്ലോ. 3x1 പ്ലസ് 5x2 പ്ലസ് 4x3 കറക്റ്റ് ആണല്ലോ. നോ ഇനി ഫസ്റ്റ് കൺസ്ട്രെയിൻ. അപ്പോൾ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? 0x1 പ്ലസ് 2x1 പ്ലസ് 3x2 പ്ലസ് 0x3 is less than or equal to 8. Next one 0x1 plus 2x2 plus 5x3 is less than or equal to 10. Next one 3x1 plus 2x2 plus 4x3 is less than or equal to 15, where x1, x2, x3 is greater than or equal to 0. നമുക്കൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 2x1 പ്ലസ് 3x2 പ്ലസ് 0x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 കറക്റ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 0x1 പ്ലസ് 2x2 പ്ലസ് 5x3 is less than or equal to 10.
0 2 5 which is less than or equal to 10. The last constraint എന്താണ് 3x1 plus 2x2 plus 4x3 is less than or equal to 15 and x1 x2 x3 is greater than or equal to 0. So this is the LPP. നമ്മുടെ LPP എന്ന് പറയുന്നത് ഇതാണ് ഫൈനൽ ആൻസർ. ഈ ഫൈനൽ ആൻസർ എഴുതുന്നതിനാണ് മാർക്ക് എപ്പോഴും കിട്ടുന്നത്. This is the LPP, which is maximize ആണോ minimize ആണോ എന്ന് ചോദിച്ചാൽ it is maximizing and also subject to the constraints and all the non-negative constraints. അതായത് ഇത് 3 കൺസ്ട്രെയിൻസും സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആൻഡ് ഓൾസോ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. മറക്കരുത്, ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദിസ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദീസ് 3 ആർ ദ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ is non-negative constraints. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.